നമ്മുടെ രക്ഷകനും കർത്താവുമായ യേശുക്രിസ്തുവിൻ്റെ അതിമഹത്വമുള്ള നാമത്തിൽ എന്നെ കേൾക്കുന്ന ഏവർക്കും സ്നേഹവന്ദനം. വെളിപ്പാട് പുസ്തകം സീരീസിലെ 24-ാമത്തെ ക്ലാസ്സാണ് ഇത്. കുഞ്ഞാട് 1-ാം മുദ്ര പൊട്ടിച്ചപ്പോൾ കണ്ടത് യുദ്ധങ്ങൾ വരുന്നു എന്നായിരുന്നു. 2-ാം മുദ്ര പൊട്ടിച്ചപ്പോൾ കണ്ടത് ആഭ്യന്തര കലഹങ്ങൾ വരുന്നു എന്ന ദർശനമായിരുന്നു. 3-ാം മുദ്ര പൊട്ടിച്ചപ്പോൾ കണ്ടത് ക്ഷാമം വരുന്നു എന്നതായിരുന്നു. 4-ാം മുദ്ര പൊട്ടിച്ചപ്പോൾ കണ്ടത് വാൾ, ക്ഷാമം, മരണം, വന്യമൃഗങ്ങൾ എന്നിവ കൊണ്ട് മനുഷ്യർ കൊല്ലപ്പെടുവാൻ പോകുന്നു എന്നതായിരുന്നു. 5-ാമത്തെ മുദ്ര പൊട്ടിച്ചപ്പോൾ കണ്ടത് ദൈവത്തിൻ്റെ വചന നിമിത്തവും അവർക്കുണ്ടായിരുന്ന സാക്ഷ്യ നിമിത്തവും കൊല്ലപ്പെട്ടവർക്ക് വേണ്ടിയുള്ള പ്രതികാരം വരുന്നു എന്നാണ്. ഇന്ന് 6-ാമത്തെ മുദ്ര പൊട്ടിക്കുമ്പോൾ അറിയിച്ചത് എന്തായിരുന്നു എന്ന് നോക്കാം. 6-ാം മുദ്ര പൊട്ടിച്ചപ്പോൾ വലിയൊരു ഭൂകമ്പം ഉണ്ടായി. സൂര്യൻ കരിമ്പടം പോലെ കറുത്തു. ചന്ദ്രൻ മുഴുവനും രക്തതുല്യമായി തീർന്നു. അത്തിവൃക്ഷം പെരുങ്കാറ്റ് കൊണ്ട് കുലുങ്ങിയിട്ട് കായ് ഉതിർക്കും പോലെ ആകാശത്തിലെ നക്ഷത്രങ്ങൾ ഭൂമിയിൽ വീണു. പുസ്തക ചുരുൾ ചുരുട്ടും പോലെ ആകാശം മാറിപ്പോയി. എല്ലാ മലയും ദൈവവും സ്വസ്ഥാനത്ത് നിന്ന് ഇളകിപ്പോയി. ആ വചനപ്രകാരം, സത്യവേദ പുസ്തക തർജ്ജമ പ്രകാരം 6-ാമത്തെ മുദ്ര തുറന്നപ്പോൾ യോഹന്നാൻ കണ്ടത് 1 വലിയൊരു ഭൂകമ്പം ഉണ്ടായി എന്നതാണ്. 2 സൂര്യൻ കരിമ്പടം പോലെ കറുത്തു എന്നതാണ്. 3 ചന്ദ്രൻ മുഴുവനും രക്തതുല്യമായി തീർന്നു എന്നതാണ്. 4 അത്തിവൃക്ഷം പെരുങ്കാറ്റ് കൊണ്ട് കുലുങ്ങിയിട്ട് കായ് ഉതിർക്കും പോലെ ആകാശത്തിലെ നക്ഷത്രങ്ങൾ ഭൂമിയിൽ വീണു എന്നതാണ്. 5 പുസ്തക ചുരുൾ ചുരുട്ടും പോലെ ആകാശം മാറിപ്പോയി എന്നതാണ്. 6 എല്ലാ മലയും ദ്വീപും സ്വസ്ഥാനത്ത് നിന്ന് ഇളകിപ്പോയി എന്നതാണ്. ഇനി വലിയൊരു ഭൂകമ്പം ഉണ്ടായി എന്ന പ്രസ്താവനയെ കൃത്യമായി മനസ്സിലാക്കുവാൻ ശ്രമിക്കാം. സത്യവേദ പുസ്തകത്തിൽ ഭൂകമ്പം ഉണ്ടായി എന്നാണ് തർജ്ജമ. ഭൂമി കുലുക്കമാണ് ഭൂകമ്പം. ഭൂമി എന്നതിന് തത്തുല്യമായ പദം ഗ്രീക്കിലില്ല. ആകയാൽ വലിയൊരു ഭൂകമ്പം ഉണ്ടായി എന്നല്ല, വലിയൊരു കുലുക്കമുണ്ടായി അല്ലെങ്കിൽ വലിയൊരു ഇളക്കമുണ്ടായി എന്നാണ് അവിടെ അർത്ഥമാക്കിയിരിക്കുന്നത്. ഈ കുലുക്കം ഉണ്ടായപ്പോൾ ആകാശവും കുലുങ്ങി. അതുകൊണ്ട് അത് ഭൂകമ്പമല്ല. ഭൂകമ്പം കൊണ്ട് ആകാശം കുലുങ്ങിയില്ലല്ലോ. ആകാശവും കുലുങ്ങിയപ്പോൾ സൂര്യൻ രോമം കൊണ്ടുള്ള കറുത്ത രട്ട് പോലെയായി, ചന്ദ്രൻ മുഴുവനും രക്തം പോലെയായി, ആകാശത്തിലെ നക്ഷത്രങ്ങൾ ഭൂമിയിലേക്ക് വീണു. ആ വീഴ്ച അത്തിവൃക്ഷം ഒരു വലിയ കാറ്റിനാൽ കുലുക്കപ്പെട്ടിട്ട് അതിൻ്റെ മൂക്കാത്ത കായ്കൾ പൊഴിക്കുന്നത് പോലെ ആയിരുന്നു. ആകയാൽ ഇവിടെ കുലുങ്ങിയത് ഭൂമി മാത്രമല്ല, ആകാശവും കൂടെ ആയിരുന്നു. പ്രപഞ്ചം മുഴുവനും കുലുങ്ങി. ഭൂമി കുലുങ്ങിയതുകൊണ്ട് എല്ലാ മലയും ദ്വീപും അവയുടെ സ്ഥാനങ്ങളിൽ നിന്ന് നീക്കപ്പെട്ടു. ഒരു വലിയ കുലുക്കം ഉണ്ടാവുക, സൂര്യൻ രോമം കൊണ്ടുള്ള കറുത്ത രട്ട് പോലെ ആയിത്തീരുക, ചന്ദ്രൻ മുഴുവനും രക്തം പോലെ ആവുക, ആകാശത്തിലെ നക്ഷത്രങ്ങൾ ഭൂമിയിലേക്ക് വീഴുക, ആ വീഴ്ച അത്തിവൃക്ഷം ഒരു വലിയ കാറ്റിനാൽ കുലുക്കപ്പെട്ടിട്ട് അതിൻ്റെ മൂക്കാത്ത കായകൾ പൊഴിക്കുന്നത് പോലെ ആയിത്തീരുക, ആകാശം ഒരു ചെറു പുസ്തക ചുരുൾ ചുരുട്ടപ്പെടുന്നത് പോലെ മാറിപ്പോവുക, എല്ലാ മലയും ദ്വീപും അവിടെ സ്വസ്ഥാനങ്ങളിൽ നിന്ന് നീക്കപ്പെടുക. ഇങ്ങനെയൊരു രംഗം സങ്കല്പിച്ചാൽ അത് തീർത്തും ഭയാനകമായിരിക്കും. ഇതിനെ ലോകാവസാനം എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. ഏത് ലോകാവസാനം? വെളിപ്പാടിൻ്റെ സന്ദർഭത്തിൽ വിലയിരുത്തിയാൽ യഹൂദൻ്റെ ലോകാവസാനം. ഈ ഭയാനകത അത് കണ്ടവരിൽ എന്ത് പ്രതികരണമാണ് ഉളവാക്കിയതെന്ന് അടുത്തതായിട്ട് നോക്കാം. ഭൂമിയിലെ രാജാക്കന്മാരും മഹത്തുക്കളും സഹസ്രാധിപന്മാരും ധനവാന്മാരും ബലവാന്മാരും സകല ദാസനും സ്വതന്ത്രനും ഗുഹകളിലും മലപ്പാറകളിലും ഒളിച്ചുകൊണ്ട് മലകളോടും പാറകളോടും ഞങ്ങളുടെ മേൽ വീഴുവിൻ, സിംഹാസനത്തിൽ ഇരിക്കുന്നവൻ്റെ മുഖം കാണാതെ വണ്ണവും കുഞ്ഞാടിൻ്റെ കോപം തട്ടാതെ വണ്ണവും ഞങ്ങളെ മറപ്പിൻ, അവരുടെ മഹാകോപ ദിവസം വന്നു, ആർക്ക് നിൽപ്പാൻ കഴിയും എന്ന് പറഞ്ഞു. ആ കാഴ്ച കണ്ടവർ ഗുഹകളിലും മലകളിലെ പാറകളിലും പോയി ഒളിച്ചു. അതുകൊണ്ടും അവർ സുരക്ഷിതരാണെന്ന് അവർക്ക് തോന്നിയില്ല. ആകയാൽ അവർ മലകളോടും പാറകളോടും തങ്ങളുടെ മേൽ വീണ് സിംഹാസനത്തിൽ ഇരിക്കുന്നവൻ്റെ മുമ്പിൽ നിന്നും കുഞ്ഞാടിൻ്റെ കോപത്തിൽ നിന്നും തങ്ങളെ മറയ്ക്കുവാൻ അപേക്ഷിച്ചു. അവർക്ക് ദൈവത്തിൻ്റെയും കുഞ്ഞാടിൻ്റെയും കോപത്തെ സഹിച്ചു നിൽക്കുവാൻ കഴിയുന്നുണ്ടായിരുന്നില്ല. അതനുസരിച്ച് ഒരു കാര്യം നമുക്ക് മനസ്സിലാകുന്നു. വലിയ കുലുക്കമുണ്ടായതും സൂര്യൻ ഇരുണ്ടുപോയതും ചന്ദ്രൻ രക്തം പോലെ ആയി തീർന്നതും നക്ഷത്രങ്ങൾ ഭൂമിയിലേക്ക് വീണതും ആകാശം മാറിപ്പോയതും മലകളും ദ്വീപുകളും സ്വസ്ഥാനങ്ങളിൽ നിന്ന് നീക്കപ്പെട്ടതും എല്ലാം ദൈവത്തിൻ്റെയും കുഞ്ഞാടിൻ്റെയും കോപ ദിവസത്തിൽ സംഭവിക്കുവാനിരുന്ന കാര്യങ്ങളായിരുന്നു. എന്നാൽ ഈ കാര്യങ്ങൾ എപ്പോൾ സംഭവിക്കാനിരുന്നവയാണ് എന്ന് നമുക്ക് നോക്കാം. ഇതെല്ലാം അക്ഷരം പ്രതി സംഭവിക്കുമോ എന്നും നോക്കാം. ഇതെല്ലാം അക്ഷരം പ്രതി നടക്കേണ്ടവ ആയിരുന്നില്ല. കാരണം
ആകാശത്തിലെ നക്ഷത്രങ്ങൾ ഭൂമിയിലേക്ക് വീഴുക അസാധ്യമാകുന്നു. കാരണം ഭൂമിക്ക് അത്ര വലിയ വലിപ്പമൊന്നുമില്ല. ഒരു നക്ഷത്രമെങ്കിലും ഭൂമിയിൽ വീഴുവാനുള്ള വലിപ്പം ഭൂമിക്കില്ല. കുഞ്ഞൻ നക്ഷത്രങ്ങൾ പോലും ഭൂമിയേക്കാൾ വളരെ വലിയതാണ്. അങ്ങനെ ഇരിക്കെ അസംഖ്യം നക്ഷത്രങ്ങൾ എങ്ങനെ വീഴും? 2. ഭൂമിയിലെ മനുഷ്യർ മലകളോടും പാറകളോടും തങ്ങളുടെ മേൽ വീഴുവാൻ അപേക്ഷിക്കുന്നതും അക്ഷരികമാണെന്ന് വിലയിരുത്തുവാൻ കഴിയുകയില്ല. കാരണം അവരുടെ അപേക്ഷ കേൾക്കുവാൻ മലകൾക്കും പാറകൾക്കും കഴിയുകയില്ല. കാരണം അവയ്ക്ക് ജീവനില്ലല്ലോ. പിന്നെ എന്താണ് ഉദ്ദേശിച്ചിരിക്കുന്നത്? അവ അവരുടെ മേൽ വീണാൽ അവർ ജീവിച്ചിരിക്കുകയില്ല എന്നതും ഉറപ്പാണ്. ആകയാൽ ദൈവത്തിൻ്റെയും കുഞ്ഞാടിൻ്റെയും കോപം അഭിമുഖീകരിക്കുന്നതിനേക്കാൾ മലകളും പാറകളും അവരുടെ മേൽ വീണ് അവരെ എന്നേക്കുമായി മറയ്ക്കുന്നതാണ് ഭേദം എന്നാണ് അവിടെ സൂചിപ്പിച്ചിരിക്കുന്നത്. ഇത് ദൈവത്തിൻ്റെയും കുഞ്ഞാടിൻ്റെയും കോപത്തിൻ്റെ തീവ്രത എന്തായിരിക്കും എന്ന് സൂചിപ്പിച്ചിരിക്കുകയാണ്. അപ്പോൾ കുലുക്കവും മറ്റും എന്തായിരിക്കും? അവയെയും അക്ഷരം പ്രതി സംഭവിക്കേണ്ടവയല്ല എന്ന് താഴെ ചേർക്കുന്ന തെളിവുകൾ നമുക്ക് മനസ്സിലാക്കി തരുന്നു. ഹഗ്ഗായി 2:6 വായിക്കുമ്പോൾ സൈന്യങ്ങളുടെ യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു, ഇനി കുറഞ്ഞൊന്ന് കഴിഞ്ഞിട്ട് ഞാൻ ആകാശത്തെയും ഭൂമിയെയും കടലിനെയും കരയെയും ഇളക്കും. ഈ വചനം വായിച്ചാൽ ദൈവം ആകാശത്തെയും ഭൂമിയെയും കടലിനെയും കരയെയും താമസിയാതെ ഇളക്കും അഥവാ കുലുക്കും എന്നാണ് എഴുതിയിരിക്കുന്നതെന്നേ നമുക്ക് തോന്നുകയുള്ളൂ. എന്നാൽ 7-ാം വാക്യം വായിച്ചാൽ ഈ പറഞ്ഞതിൻ്റെ അർത്ഥം മറ്റൊന്നാണെന്ന് ഗ്രഹിക്കുവാൻ കഴിയും. ദൈവം പറയുന്നു, ഞാൻ സകല ജാതികളെയും ഇളക്കും, സകല ജാതികളുടെയും മനോഹര വസ്തു വരികയും ചെയ്യും. ഞാൻ ഈ ആലയത്തെ മഹത്വപൂർണ്ണമാക്കും. ആകയാൽ ഇവിടെ ഇളക്കുന്നത് അക്ഷരാർത്ഥത്തിൽ ആകാശത്തെയും ഭൂമിയെയും കടലിനെയും കരയെയും അല്ല, ജാതികളെയാണ്. അവരുടെ മനസ്സിനെയാണ് ഇളക്കുന്നത്. അവരുടെ മനസ്സിനെ യെരുശലേമിലെ ദേവാലയ പണിക്കായി ഇളക്കി അവരിൽ നിന്ന് പൊന്നും വെള്ളിയും മറ്റും തരുമാറാക്കും എന്നാണ് പറഞ്ഞിരിക്കുന്നതിൻ്റെ അർത്ഥം. ആകയാൽ ആകാശവും ഭൂമിയും കടലും കരയും ചേർന്നുള്ള ചിത്രം ജാതികളെ കാണിക്കുന്നു. ഹഗായി 2:21 വായിക്കാം. നീ യഹൂദ ദേശാധിപതിയായ സെരുബാബേലിനോട് പറയേണ്ടത്, ഞാൻ ആകാശത്തെയും ഭൂമിയെയും ഇളക്കും. ഈ വചനം വായിച്ചാലും ദൈവം ആകാശത്തെയും ഭൂമിയെയും കുലുക്കുവാൻ പോകുന്നു എന്നാണ് എഴുതിയിരിക്കുന്നതെന്നേ തോന്നുകയുള്ളൂ. എന്നാൽ 22-ാം വാക്യം വായിച്ചാൽ ഈ പറഞ്ഞതിൻ്റെ അർത്ഥം മറ്റൊന്നാണെന്ന് ഗ്രഹിക്കുവാൻ കഴിയും. ദൈവം പറയുന്നു, ഞാൻ രാജ്യങ്ങളുടെ സിംഹാസനം മറിച്ചിടും, രാജ്യങ്ങളുടെ ബലം നശിപ്പിച്ചു കളയും. ഞാൻ രഥത്തെയും അതിൽ കയറി ഓടിക്കുന്നവരെയും മറിച്ചു കളയും. കുതിരകളും പുറത്തു കയറി ഓടിക്കുന്നവരും ഓരോരുത്തർ താന്താൻ്റെ സഹോദരൻ്റെ വാളിനാൽ വീഴും. ആകയാൽ ഞാൻ ആകാശത്തെയും ഭൂമിയെയും ഇളക്കും എന്ന പ്രസ്താവനയാൽ ഉദ്ദേശിച്ചിരിക്കുന്നത് ദൈവം രാജ്യങ്ങളുടെ സിംഹാസനം മറിച്ചിടുന്നതും രാജ്യങ്ങളുടെ ബലം നശിപ്പിച്ചു കളയുന്നതും മറ്റുമായി 22-ാം വാക്യത്തിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളാണ്. ആകയാൽ ഈ കുലുക്കവും അക്ഷരാർത്ഥത്തിലുള്ളത് അല്ല. ഹഗായി 2:6 ഇനി കുറഞ്ഞൊന്ന് കഴിഞ്ഞിട്ട് ഞാൻ ആകാശത്തെയും ഭൂമിയെയും കടലിനെയും കരയെയും ഇളക്കും എന്ന് ദൈവം അരുളി ചെയ്തപ്പോൾ താൻ ജാതികളുടെ മനസ്സിനിളക്കി യെരുശലേമിലെ ദൈവാലയ പണിക്കായി അവരിൽ നിന്ന് പൊന്നും വെള്ളിയും മറ്റും തരുമാറാക്കും എന്നാണ് ഉദ്ദേശിച്ചത്. അത് ഒരു ന്യായവിധിയുടെ ചിത്രം അല്ല. എന്നാൽ ഹഗായി 2:21 ഒരു ന്യായവിധിയുടെ ചിത്രമാകുന്നു കാണുന്നത്. ഞാൻ ആകാശത്തെയും ഭൂമിയെയും ഇളക്കും എന്ന് ദൈവം പറഞ്ഞ ശേഷം ഞാൻ രാജ്യങ്ങളുടെ സിംഹാസനം മറിച്ചിടും, രാജ്യങ്ങളുടെ ബലം നശിപ്പിച്ചു കളയും എന്നാണ് പറയുന്നത്. ഈ 2 സാഹചര്യങ്ങളിലും ദൈവം ആകാശത്തെയും ഭൂമിയെയും കുലുക്കുന്നുണ്ട്, രണ്ടും കുലുങ്ങുന്നുമുണ്ട്. എന്നാൽ 2ലും ആകാശവും ഭൂമിയുമല്ല അക്ഷരാർത്ഥത്തിൽ കുലുങ്ങുന്നത്, ജാതികളും അവരുടെ രാജ്യങ്ങളുമാണ് കുലുങ്ങുന്നത്. ഇത് തന്നെയാകുന്നു വെളിപ്പാട് പുസ്തകത്തിലെ 6-ാം മുദ്ര പൊട്ടിച്ച ശേഷവും സംഭവിക്കുന്നത്. അവിടെ കുലുങ്ങുന്നത് ഭൂമി മാത്രമല്ല, ആകാശവും ഭൂമിയും കൂടെ ആകുന്നു. ആകയാൽ ഭൂകമ്പം എന്നതിനേക്കാളും ഹഗായിയുടെ പ്രവചനത്തിൽ പറഞ്ഞിരിക്കുന്നത് പോലെ ഇളക്കം എന്ന് പരിഭാഷ ചെയ്യുന്നതാണ് ഉചിതം. അങ്ങനെയായാൽ അത് ഭൂകമ്പം ആണെന്ന തെറ്റിദ്ധാരണ ഉണ്ടാക്കുകയില്ല. സീസ്മോസ് എന്ന ഗ്രീക്ക് പദത്തിന് ഇളക്കം എന്നാണ് അർത്ഥം. സാഹചര്യം അനുസരിച്ച് ഭൂകമ്പം എന്നും അർത്ഥം വരാം. ആ ഇളക്കം ഉണ്ടായ ശേഷം കാണുന്നത് സൂര്യൻ ഇരുണ്ടുപോകുന്നതും ചന്ദ്രൻ രക്തം പോലെ ആകുന്നതും ആകാശത്തിലെ നക്ഷത്രങ്ങൾ ഭൂമിയിലേക്ക് വീഴുന്നതും ആകാശം മാറിപ്പോകുന്നതും മലയും ദ്വീപും സ്വസ്ഥാനങ്ങളിൽ നിന്ന് നീക്കപ്പെടുന്നതും ആകുന്നു. ആകയാൽ കുലുങ്ങിയത് ഭൂമി മാത്രമല്ല, ആകാശവും കൂടെ ആയിരുന്നു. ആകയാൽ അവിടെ സംഭവിച്ചത് ഭൂകമ്പമല്ല, പകരം ലോകത്തിൻ്റെ തന്നെ ഒരു ഇളക്കമാണ്. എങ്കിലും ഇത് അക്ഷരാർത്ഥത്തിൽ പ്രപഞ്ചം ഇളകുന്നതല്ല കാണിക്കുന്നത്, പകരം രാജ്യങ്ങളുടെ ഉന്നത തലങ്ങളിലുള്ള മനുഷ്യർ ഇളക്കപ്പെടുന്നതാണ്.
യോവേൽ 2:10 ഇത്തരത്തിലുള്ള ഒരു പ്രയോഗം നാം കാണുന്നു. അവരുടെ മുമ്പിൽ ഭൂമി കുലുങ്ങുന്നു, ആകാശം നടുങ്ങുന്നു, സൂര്യനും ചന്ദ്രനും ഇരുണ്ടുപോകുന്നു, നക്ഷത്രങ്ങൾ പ്രകാശം നൽകാതിരിക്കുന്നു എന്നാകുന്നു 2:10 പറഞ്ഞിരിക്കുന്നത്. ഈ വചനത്തിൽ അവരുടെ മുമ്പിൽ എന്ന് പറഞ്ഞിരിക്കുന്ന ആരെക്കുറിച്ചാണ്? യോവേൽ 2:2 അവരെക്കുറിച്ച് പർവ്വതത്തിൽ പരന്നിരിക്കുന്ന പ്രഭാതം പോലെ പെരുപ്പവും ബലവുമുള്ള ഒരു ജാതി എന്ന് പറഞ്ഞിരിക്കുന്നു. അവർ നിമിത്തം സിയോനിൽ കാഹളമൂതുവിനെന്ന് 1-ാം വാക്യത്തിൽ കൽപ്പിച്ചിരിക്കുന്നു. ആകയാൽ മേൽ പറഞ്ഞ ജാതി സിയോനെ ആക്രമിക്കാൻ വരുന്നു എന്നാകുന്നു പ്രവചനം. അവർ നടത്തുവാനിരുന്ന സംഹാരം 3 മുതലുള്ള വാക്യങ്ങളിൽ വിവരിച്ചിരിക്കുന്നു. അവരുടെ സംഹാര തീഷ്ണത നിമിത്തം അവരുടെ മുമ്പിൽ ഭൂമി കുലുങ്ങുന്നു, ആകാശം നടുങ്ങുന്നു, സൂര്യനും ചന്ദ്രനും ഇരുണ്ടു പോകുന്നു, നക്ഷത്രങ്ങൾ പ്രകാശം നൽകാതിരിക്കുന്നു എന്നാണ് വചനം പറയുന്നത്. എന്നാൽ മനുഷ്യരുടെ ഒരു സൈന്യത്തിന്റെ സംഹാര താണ്ഡവം നിമിത്തം അവരുടെ മുമ്പിൽ ഭൂമി കുലുങ്ങുകയോ ആകാശം നടുങ്ങുകയോ സൂര്യനും ചന്ദ്രനും ഇരുണ്ടു പോവുകയോ നക്ഷത്രങ്ങൾ പ്രകാശം നൽകാതിരിക്കുകയോ ചെയ്യുകയില്ല. ആകയാൽ ആ പറഞ്ഞിരിക്കുന്നത് ഹഗായി 2:21 കണ്ടതുപോലെ ദൈവത്തിന്റെ ന്യായവിധിയെ തന്നെയാണ്. ദൈവം താൻ നിയോഗിച്ച ഒരു ജാതിയുടെ സൈന്യത്താൽ സിയോനിലെ അഥവാ യെരുശലേമിലെ വിവിധ തലങ്ങളിലുള്ള മനുഷ്യരെ ഇളക്കുന്നതും മറച്ചിടുന്നതുമാണ് ഈ വാക്യത്തിലെ പ്രമേയം. ആകയാൽ അതിനെ യഹോവയുടെ ദിവസം എന്നും വിളിച്ചിരിക്കുന്നു. യോവേൽ 2:1-11 വാക്യങ്ങൾ ശ്രദ്ധിച്ചാട്ടെ. അത് യഹോവയാൽ നിയമിക്കപ്പെട്ട സൈന്യമായിരുന്നതുകൊണ്ട് 11-ാം വാക്യത്തിൽ യഹോവ തൻ്റെ സൈന്യത്തിന് മുമ്പിൽ മേഘനാദം കേൾപ്പിക്കുന്നു എന്ന് എഴുതിയിരിക്കുന്നു. അവൻ്റെ പാളയം അത്യന്തം വലുതും അവൻ്റെ വചനം അനുഷ്ഠിക്കുന്നവൻ ശക്തിയുള്ളവനും തന്നെ എന്ന് പറഞ്ഞിരിക്കുന്നു. അത്യന്തം വലുതും ശക്തിയുള്ളതുമായ സൈന്യവും രാജാവും സിയോനിൽ ഉണ്ടാക്കുവാനിരുന്ന സംഹാരത്തെയാണ് അവരുടെ മുമ്പിൽ ഭൂമി കുലുങ്ങുന്നു, ആകാശം നടുങ്ങുന്നു, സൂര്യനും ചന്ദ്രനും ഇരുണ്ടു പോകുന്നു, നക്ഷത്രങ്ങൾ പ്രകാശം നൽകാതിരിക്കുന്നു എന്നീ വാക്യങ്ങളാൽ വർണ്ണിച്ചിരിക്കുന്നത്. അതൊരു വലിയ അതിശയോക്തിയാണ്. ഇത് നിമിത്തം ജനം പൂർണ്ണ ഹൃദയത്തോടും ഉപവാസത്തോടും കരച്ചിലോടും വിലാപത്തോടും കൂടെ തങ്ങളിലേക്ക് തിരിയണം എന്ന് യഹോവയായ ദൈവം ആവശ്യപ്പെട്ടു. അവർ അതനുസരിച്ചു ദൈവം താൻ വരുത്തുവാനിരുന്ന മഹാസംഹാരം ഉപേക്ഷിക്കുകയും ചെയ്തു. എന്നാൽ താൻ വരുത്തുവാനിരുന്ന മറ്റൊരു മഹാസംഹാരത്തെക്കുറിച്ച് ദൈവം വീണ്ടും അരുളി ചെയ്തു. യോവേൽ 2:31-32 വാക്യങ്ങൾ. യഹോവയുടെ വലുതും ഭയങ്കരവുമായ ദിവസം വരും മുമ്പേ സൂര്യൻ ഇരുളായും ചന്ദ്രൻ രക്തമായും മാറിപ്പോകും എന്നാണ് ആ വചനം. എന്നാൽ യഹോവയുടെ നാമം വിളിച്ചപേക്ഷിക്കുന്നവർ ഏവനും രക്ഷിക്കപ്പെടും. യഹോവ അരുളി ചെയ്തതുപോലെ സിയോൻ പർവ്വതത്തിലും യെരുശലേമിലും ഒരു രക്ഷിത ഗണവും ശേഷിച്ചിരിക്കുന്നവരുടെ കൂട്ടത്തിൽ യഹോവ വിളിപ്പാനുള്ളവരും ഉണ്ടാകും എന്നും അവിടെ എഴുതിയിട്ടുണ്ട്. ഇതെല്ലാം 27 വരെയുള്ള വാക്യങ്ങളിൽ പറഞ്ഞിരിക്കുന്ന പ്രകാരം ദൈവം വരുത്തുവാനിരുന്ന അനുഗ്രഹങ്ങൾ വന്ന ശേഷം സംഭവിക്കും എന്നാണ് യോവേൽ പറഞ്ഞത്. 2:28 വായിച്ചാട്ടെ. ഈ വചനം അപ്പസ്തോലനായ പത്രോസ് എടുത്ത് ഉദ്ധരിച്ചുകൊണ്ട് സംസാരിക്കുന്നത് അപ്പസ്തോല പ്രവൃത്തികൾ 2:17-21 വരെയുള്ള വാക്യങ്ങളിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. യോവേൽ മുഖാന്തരം ദൈവം അരുളി ചെയ്ത ഈ കാര്യങ്ങൾ സംഭവിക്കുവാനിരുന്ന കാലം അന്ത്യകാലമാണെന്നും അത് വന്നുവെന്നും പത്രോസ് പെന്തക്കോസ്ത് നാളിൽ അറിയിച്ചു. എന്നാൽ യഹോവയുടെ നാമം വിളിച്ചപേക്ഷിക്കുന്നവനേവനും രക്ഷിക്കപ്പെടും. യഹോവ അരുളി ചെയ്തതുപോലെ സിയോൻ പർവ്വതത്തിലും യെരുശലേമിലും ഒരു രക്ഷിതഗണവും ശേഷിച്ചിരിക്കുന്നവരുടെ കൂട്ടത്തിൽ യഹോവ വിളിപ്പാനുള്ളവരും ഉണ്ടാകും എന്ന വചനം സൂചിപ്പിക്കുന്നത് ആ സംഹാരം യെരുശലേമിനെയും യഹൂദന്മാരെയും ബാധിക്കും എന്നാണ്. എന്നാൽ യഹോവയുടെ നാമം വിളിച്ചപേക്ഷിക്കുന്ന ഏവനും രക്ഷിക്കപ്പെടും എന്ന വചനത്തിൽ ആത്മരക്ഷ മാത്രമല്ല, ഈ മഹാസംഹാരത്തിൽ നിന്നുള്ള രക്ഷയും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ശേഷിച്ചിരിക്കുന്നവരുടെ കൂട്ടത്തിൽ എന്ന് വെച്ചാൽ സംഹാരത്തിൽ നശിച്ചു പോകാതെ ശേഷിച്ചിരിക്കുന്നവരുടെ കൂട്ടത്തിൽ എന്നാണ് അർത്ഥം. ഈ സംഭവമാണ് 6-ാം മുദ്ര പൊട്ടിച്ചുകൊണ്ട് കർത്താവ് യോഹന്നാന് കാണിച്ചു കൊടുത്തത്. ആ കാലത്തിലെ കഷ്ടം കഴിഞ്ഞ ഉടനെ സൂര്യൻ ഇരുണ്ടുപോകും, ചന്ദ്രൻ പ്രകാശം കൊടുക്കാതിരിക്കും, നക്ഷത്രങ്ങൾ ആകാശത്ത് നിന്ന് വീഴും, ആകാശത്തിലെ ശക്തികൾ ഇളകിപ്പോകും എന്നിങ്ങനെ മത്തായി 24:29, മർക്കോസ് 13:24-25 വചനങ്ങളിൽ കർത്താവ് പറഞ്ഞിട്ടുണ്ട്. ഇതിനെക്കുറിച്ച് തന്നെയാണ്. സൂര്യനിലും ചന്ദ്രനിലും ലക്ഷ്യങ്ങളുണ്ടാകും. കടലിൻ്റെയും ഓളത്തിൻ്റെയും മുഴക്കം നിമിത്തം ഭൂമിയിലെ ജാതികൾക്ക് നിരാശയോടുകൂടിയ പരിഭ്രമം ഉണ്ടാകും. ആകാശത്തിൻ്റെ ശക്തികൾ ഇളകിപ്പോകുന്നതിനാൽ ഭൂലോകത്തിന് എന്ത് ഭവിപ്പാൻ പോകുന്നു എന്ന് പേടിച്ചും നോക്കി പാർത്തും കൊണ്ട് മനുഷ്യർ നിർജീവന്മാരാകും എന്നിങ്ങനെ ലൂക്കോസിൽ പറഞ്ഞിരിക്കുന്നതും ഇത് തന്നെയാണ്. 21-ാം അധ്യായം 25 മുതൽ 26 വരെയുള്ള വാക്യങ്ങൾ. പിന്നെ എന്താണ് ഈ വലിയ കുലുക്കം? ഇത് എന്നെ ഓർമ്മിപ്പിക്കുന്ന ഒരു പ്രവചനമാണ്.
അത് എബ്രായർ 12:26 ഉള്ളത്. അവന്റെ ശബ്ദം അന്ന് ഭൂമിയെ ഇളക്കി. ഇപ്പോഴോ ഞാൻ ഇനി ഒരിക്കൽ ഭൂമിയെ മാത്രമല്ല ആകാശത്തെയും ഇളക്കും എന്ന് അവൻ വാഗ്ദത്തം ചെയ്തു. അപ്പോൾ അവന്റെ ശബ്ദം ഭൂമിയെ കുലുക്കി എന്നുള്ള വാക്യഭാഗത്തെ കുറിച്ച് ചിന്തിക്കാം. സങ്കീർത്തനം 68 ഇങ്ങനെ പറയുന്നുണ്ട്: ദൈവമേ, നീ നിന്റെ ജനത്തിന് മുമ്പായി പുറപ്പെട്ട് മരുഭൂമിയിൽ കൂടി നടകൊണ്ടപ്പോൾ ഭൂമി കുലുങ്ങി, ആകാശം ദൈവസന്നിധിയിൽ പൊഴിഞ്ഞു. ഈ സീനായി ഇസ്രായേലിന്റെ ദൈവമായ ദൈവത്തിന്റെ മുമ്പിൽ കുലുങ്ങിപ്പോയി. ആകയാൽ കുലുങ്ങിയ ഭൂമി സീനായി ആകുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. എന്നാൽ ഇപ്പോഴോ ഇനി ഒരിക്കൽ ഞാൻ ഭൂമിയെ മാത്രമല്ല ആകാശത്തെയും ഇളക്കും എന്ന് പറഞ്ഞുകൊണ്ട് അവൻ വാഗ്ദാനം ചെയ്തിരിക്കുന്നു. ഈ പറഞ്ഞിരിക്കുന്നതിന്റെ അർത്ഥം എന്താണെന്ന് എബ്രായർ 12:27 വെളിപ്പെടുത്തിയിട്ടുണ്ട്. 27 പറയുന്ന പ്രകാരമാണ്: എന്നാൽ ഇനി ഒരിക്കൽ എന്നതോ കുലുക്കപ്പെടാത്തവ നിലനിൽക്കേണ്ടതിന് വേണ്ടി ഉണ്ടാക്കപ്പെട്ടിരിക്കുന്നവയുടേത് പോലെയുള്ള കുലുക്കപ്പെടുന്നവയുടെ മാറ്റത്തെ സൂചിപ്പിക്കുന്നു. ഇവിടെ കുലുക്കപ്പെടുന്നത് എന്നും കുലുക്കപ്പെടാത്തത് എന്നും അവരുടെ മുമ്പിലുള്ള കാര്യങ്ങളെ രണ്ടായി തരംതിരിച്ചിട്ടുണ്ട്. ഉണ്ടാക്കപ്പെട്ടിരിക്കുന്നവ കുലുക്കപ്പെടുന്നവ ആകുന്നു, എന്നാൽ കുലുങ്ങാത്തത് ദൈവരാജ്യമാകുന്നു എന്ന് അടുത്ത വാക്യം പറയുന്നു. 28-ാം വാക്യം ഞാൻ വായിക്കാം: അതുകൊണ്ട് നാം കുലുങ്ങാത്ത രാജ്യം പ്രാപിക്കുന്നത് കൊണ്ട് ദൈവത്തിന് പ്രസാദം വരുവാറ് ദൈവ ഭക്തിയോടും ആദരവോടും കൂടെ ആരാധിക്കേണ്ടതിന് വേണ്ടി കൃപ പ്രാപിക്കണം. ക്രിസ്തുവിൽ വിശ്വസിക്കുന്നവർ കുലുങ്ങാത്ത രാജ്യം പ്രാപിക്കുന്നു. അത് മാറ്റപ്പെടുന്ന ഒന്നല്ല. എന്നാൽ മാറ്റപ്പെടുന്നവ എന്തെല്ലാം എന്ന് എബ്രായ ലേഖനത്തിൽ മുമ്പ് പറഞ്ഞിട്ടുണ്ട്. എബ്രായർ 8:12 ഞാൻ വായിക്കാം: എന്തുകൊണ്ടെന്നാൽ പൗരോഹിത്യം മാറ്റപ്പെടുമ്പോൾ നിയമവും ആവശ്യത്താൽ മാറ്റപ്പെടുന്നു. 13-ാം വാക്യം: പുതിയത് എന്ന് പറയുന്നതിൽ അവൻ ആദ്യത്തേതിനെ പഴയതാക്കി ഇരിക്കുന്നു. എന്നാൽ പഴയതാക്കപ്പെടുന്നതും വയസ്സാകുന്നതും അപ്രത്യക്ഷമാകുവാൻ അടുത്തിരിക്കുന്നു. ഈ വാക്യം അനുസരിച്ച് ലേവ്യ പൗരോഹിത്യവും പഴയ നിയമവും മാറ്റപ്പെടേണ്ടവ ആയിരുന്നു. ഈ വാക്യത്തിൽ പറയുന്ന പഴയതും വയസ്സായതും ആദ്യത്തെ നിയമമാകുന്നു, പഴയ നിയമമാകുന്നു. രണ്ടാമത്തേത് വന്നപ്പോൾ ആദ്യത്തേത് പഴയതായി. അത് നീങ്ങിപ്പോകാൻ അടുത്തിരിക്കുകയായിരുന്നു എന്നാണ് ഈ വചനത്തിൽ പറഞ്ഞിരിക്കുന്നത്. ക്രൂശിൽ അത് നീങ്ങിപ്പോയെങ്കിലും ഔപചാരികമായി മാറ്റപ്പെട്ടത് ദൈവാലയത്തിന്റെ നാശത്തോടുകൂടെ ആയിരുന്നു. എബ്രായർ 9:1: അങ്ങനെ തന്നെ ആദ്യത്തേതിനും യഥാർത്ഥത്തിൽ ആരാധനയുടെ ചട്ടങ്ങളും അതുപോലെ തന്നെ ലൗകികമായ വിശുദ്ധ മന്ദിരവും ഉണ്ടായിരുന്നു. കാരണം ആദ്യത്തേതായി ഒരു കൂടാരവും അതുപോലെ തന്നെ അതിൽ വിളക്കുതണ്ടും മേശയും അപ്പങ്ങളുടെ പ്രദർശനവും ഒരുക്കപ്പെട്ടു. അത് വിശുദ്ധ സ്ഥലങ്ങൾ എന്ന് പറയപ്പെടുന്നു. എന്നാൽ രണ്ടാമത്തെ തിരശ്ശീല കഴിഞ്ഞിട്ട് വിശുദ്ധ സ്ഥലങ്ങൾ എന്ന് പറയപ്പെടുന്ന ഒരു കൂടാരവും പൊന്നുകൊണ്ടുള്ള ധൂപപീഠവും എല്ലാ വശങ്ങളും പൊന്നുകൊണ്ട് പൊതിയപ്പെട്ടിരിക്കുന്ന ഉടമ്പടിയുടെ പെട്ടകവും അതിൽ മന്ന ഉള്ള പൊന്നുകൊണ്ടുള്ള കലശവും അഹ്റോന്റെ തളിർത്ത വടിയും ഉടമ്പടിയുടെ കൽപ്പലകകളും, എന്നാൽ മീതെ പ്രായശ്ചിത്ത പീഠം മൂടുന്ന തേജസ്സിന്റെ കെരൂബുകളും, അവയെക്കുറിച്ച് ഓരോന്നായി പറയുവാൻ ഇപ്പോൾ ആകുകയില്ല. ഇനി അതിന്റെ വിശദീകരണത്തിലേക്ക് ഞാൻ കടക്കാം. ദൈവാലയവും അതിൽ അർപ്പിച്ചിരുന്ന ആരാധനയും പഴയ മാറ്റപ്പെടുവാനിരുന്ന നിയമം അനുസരിച്ചുള്ളത് ആയിരുന്നു. ആകെ പൗരോഹിത്യം മാറ്റപ്പെടുമ്പോൾ നിയമവും ആവശ്യത്താൽ മാറ്റപ്പെടുന്നു എന്ന് എഴുതിയിരിക്കുന്നത് പോലെ നിയമം മാറ്റപ്പെടുമ്പോൾ അതനുസരിച്ചുള്ള ദൈവാലയവും ആരാധനയും, അതായത് യാഗങ്ങൾ, വഴിപാടുകൾ മുതലായവ മാറ്റപ്പെടും. ഇതാകുന്നു കർത്താവ് പ്രവചിച്ചു പറഞ്ഞ ദൈവാലയത്തിന്റെ നാശത്തോടൊപ്പം സംഭവിച്ചത്. അതനുസരിച്ച് പൗരോഹിത്യം, നിയമം, ദൈവാലയം, ആരാധന എന്നിവയെല്ലാം നീങ്ങിപ്പോയി. അതാണ് കുലുക്കപ്പെടുവാനിരുന്നത് അല്ലെങ്കിൽ ഇളക്കപ്പെടുവാനിരുന്നത് എന്ന് പറഞ്ഞിരിക്കുന്നത്. കുലുങ്ങാത്ത രാജ്യം ദൈവരാജ്യമാകുന്നു. അതാണ് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു സ്ഥാപിച്ചത്. ഈ രാജ്യത്തിന് അവസാനം ഉണ്ടാകുകയില്ല എന്ന് യെശയ്യാ മുതലായ പ്രവചനങ്ങളിൽ ഊന്നി പറഞ്ഞിട്ടുണ്ട്. ദാനിയേൽ 2:44 പറഞ്ഞിട്ടുണ്ട്. ആകയാൽ അത് കുലുങ്ങാത്തതാകുന്നു. ആ മാറ്റത്തെക്കുറിച്ചുള്ള ഒരു മുന്നറിയിപ്പാണ് 6ാമത്തെ മുദ്രയാൽ നമുക്ക് തന്നത്. അത് നിറവേറിക്കഴിഞ്ഞു. ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ ക്ലാസ്സിനെ ഞാൻ സമാപിക്കുകയാണ്. ദൈവനാമം മഹത്വപ്പെടുന്നു.